കുത്താമ്പള്ളിയിലെ വിഖ്യാതമായ ശിവറാം ടെക്സ്റ്റൈൽസിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഒരുപക്ഷെ എന്നെ വിസ്മയിപ്പിച്ച ഒരു കാഴ്ചയാണ്. ഞാൻ നിരവധി വസ്ത്രശാലകളിലെ വസ്ത്രമെടുക്കാൻ പോയിട്ടുണ്ടെങ്കിലും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം, പക്ഷേ എന്നെ വിസ്മയിപ്പിച്ച കാഴ്ചകളാണ് ശിവറാം ടെക്സിൽ നടന്നത്. ഒരുപക്ഷെ ഇത്ര നൂതനമായ വസ്ത്രങ്ങൾ ഇവിടെ കാണുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ നമ്മൾ പലപ്പോഴും പരസ്യങ്ങളൊക്കെ കണ്ട് പലയിടത്തും കയറാറുണ്ട്. അങ്ങനെ ഇവിടെ അടുത്തുള്ള പല സ്ഥാപനങ്ങളിലും കയറിയതിന് ശേഷമാണ് ഞാൻ ശിവറാം ടെക്സ്റ്റൈൽസ് എത്തിയത്. പക്ഷേ പരസ്യങ്ങളല്ല ഒരുപക്ഷെ യാഥാർത്ഥ്യമെന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഇവിടെ വന്നതിന് ശേഷമാണ്. ഒരുപക്ഷെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത എത്രയോ വ്യത്യസ്തങ്ങളായ രീതിയിൽ സ്റ്റൈലിലുള്ള തുണിത്തരങ്ങളാണ്. അതിപ്പം സെറ്റ് സാരി ആയാലും വിവാഹ സാരി ആയാലും മുണ്ടുകളായാലും ധോത്തിയായാലും കൂർത്തയായാലും എന്ന് വേണ്ട ഏതുതരം വസ്ത്രങ്ങളായാലും നമ്മളെ വിസ്മയിപ്പിക്കുന്ന ശേഖരം തന്നെയാണ് ഇവിടെ ഉള്ളത്. മാത്രമല്ല, നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കൺഫ്യൂഷനാണ്. ഈ 10,000-കണക്കിന് ഐറ്റങ്ങളിൽ നമുക്ക് എങ്ങനെയാണ് ഒരെണ്ണം തിരഞ്ഞെടുക്കാൻ കഴിയുക എന്നത്. അപ്പോഴാണ് നമ്മൾ കാര്യം മനസ്സിലാകുന്നത്. ഒരുപക്ഷെ ഇത്ര വിലക്കുറവിൽ ഇത്ര നല്ല സാധനം കിട്ടുന്ന മറ്റൊരു ടെക്സ്റ്റൈൽ സത്യം പറഞ്ഞാൽ കുത്താമ്പള്ളിയിലില്ല. കുത്താമ്പള്ളിയുടെ ഒരു തനിമയും അതിൻ്റെ ഒരു പൈതൃകവും നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ സ്ഥാപനം മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷതയായി കാണുന്നത്. ഞാൻ മാതൃഭൂമിയുടെ ആലപ്പുഴ യൂണിറ്റിലെ സീനിയർ സബ് എഡിറ്ററാണ്. എൻ്റെ പേര് വേണുഗോപാൽ എന്നാണ്. ഞാനിങ്ങനെ എൻ്റെ സുഹൃത്ത് പറഞ്ഞ് കേട്ടറിഞ്ഞാണ് ഞാനിവിടെ എത്തിയത്. പക്ഷേ കേട്ട് അറിഞ്ഞതിനേക്കാൾ വലുതാണ്, മോഹൻലാലിൻ്റെ മറ്റേ സിനിമയിൽ പറഞ്ഞതുപോലെ കേട്ടറിഞ്ഞതിനേക്കാൾ വലുതാണ് നേരിൽ കണ്ട സത്യം എന്ന് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലാകുന്നത്. സ്റ്റാഫുകളൊക്കെ നമുക്ക് നല്ല ആയിട്ട് സഹകരിച്ചാണ് നമുക്ക് എത്രയും വേഗം എളുപ്പം തന്നെ സാധനങ്ങൾ ഒരു വിവാഹത്തിനുള്ള എൻ്റെ സഹോദരിയുടെ മകളുടെ വിവാഹത്തിന് വസ്ത്രമെടുക്കാനാണ് എത്തിയത്. എനിക്ക് എളുപ്പം എടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഈ പറയുന്നത് പോലെ ഇനിയും നിങ്ങൾക്ക് ഇത്തരൊരു സുവർണാവസരം ഉണ്ടാകുകയാണെങ്കിൽ ശിവറാം ടെക്സിൽ വന്ന് തുണിയെടുക്കുവാൻ നിങ്ങൾ ശ്രമിക്കണം. ഇത് ഒരു ഉറപ്പാണ് എൻ്റെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എല്ലാവരും ഇവിടെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു.